ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടില്ലേ ഒരു സ്ഥലത്തേക്ക് പോവാ. അവിടെ എത്തിയിട്ട് പതിനേട്ട ഏതാ സ്ഥലം. ഞാൻ ഈ ഓടിക്കൈ പോണത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശോഭ ചേച്ചി. അച്ഛന്റെ കൈയും പിടിച്ചിട്ട് എസ്സലേട്ടൻ കേട്ടില്ലേ പോണത് ഇതിനു വേണ്ടിട്ടാ. ഇവിടെ വന്ന ഈ കാർ ഓടിക്കാൻ ഭയങ്കര രസാ. ഇതിനൊക്കെ വേണ്ടിട്ടാണ് ഞാൻ ഈ ശോഭ ചേച്ചിക്കൊക്കെ വേണ. ദേ ഈ ചേട്ടല്ലേ, ഈ ചേട്ടന്റെ കയ്യിലാട്ടാ ആ റിമോട്ടുള്ളത്. ആ ചേട്ടൻ റിമോട്ട് ഉപയോഗിച്ചിട്ടാട്ടാ ആ കാറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോണത്. ഞാൻ ഇതില് 3 റൗണ്ട് ഓടിച്ചു. എന്നിട്ട് ഞാൻ റിവേഴ്സ് എടുത്തിട്ട് അത് പാക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അതിന്ന് ഇറങ്ങി. നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഓടണ ഓട്ടം കണ്ട അത് വരെ എനിക്ക് നല്ല ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കേട്ടോ. പിന്നെ അച്ഛന്റെ കൈ പൊട്ടിച്ചിട്ട് ഞാൻ എസ്സലേട്ടിൽ ചാടി ഓടിക്കേറി. ദേ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നാ എനിക്ക് ഭയങ്കര സന്തോഷാ. ഇവിടെ കൊറേ ഗെയിം കളിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. അച്ഛൻ അവിടെ ചെന്നിട്ടില്ലേ ഗെയിം കളിക്കാനുള്ള കാർഡ് എടുത്തു. ഞാൻ അവിടെ ഒക്കെ നോക്കി കണ്ടു. എനിക്ക് ഗെയിം കളിക്കാനുള്ള തേക്കായി. ഞാൻ അച്ഛൻ വന്നപ്പോ കാഴ്സിങ്ങില് ഓടിയിട്ട് കേറി നിന്നു. അവിടുത്തെ ചേട്ടൻ കളി പറയാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പഴേക്കും ഒച്ചയ്ക്ക് കളിച്ചു തുടങ്ങി. ആ സ്റ്റിങ് പിടിച്ച് തെയ്യുമ്പോ നല്ല രസാ. കളി സ്റ്റാർട്ട് ചെയ്തുട്ടാ. ഈ കാർ ഞാനല്ലേ ഓടിച്ച് വിട്ടു തുടങ്ങിട്ടാ. സ്റ്റിങ് തീക്ക് അച്ഛന് സഹായിക്കുണ്ടായിരുന്നു. എനിക്ക് കാർ ഓടിക്കാൻ, പക്ഷെ അത് എന്റെ കൺട്രോളിലല്ല. ഇത് എങ്ങോട്ടൊക്കെയാ പോണ്ട്. അങ്ങനെ ഈ കളിയുടെ സമയം കഴിഞ്ഞു. ഞാൻ അടുത്ത കളിക്ക് കടന്നു. അത് സ്പിൻ ചെയ്യണതായിരുന്നു. അതിന്റെ നെറ്റ്വർക്ക് പോയ കാരണം കളിക്കാൻ പറ്റിയില്ല. അടുത്ത കളി ഞാനും അച്ഛനും കൂടിയിട്ടാ കളിച്ചേ. ആ മണ്ണടിസ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണം. ഹോളിക്ക് വീത്തുമ്പോഴാട്ടാ സ്കോർ കിട്ടുക. ഓരോരുത്തർക്ക് കിട്ടണ സ്കോറൊക്കെ അവിടെ മുകളില് എഴുതി കാണിക്കണ്ടിട്ടാ. ഞാനും അച്ഛനും കൂടിയിട്ടില്ലേ കെടുത്ത മനസ്സിലായിന്ന്. അച്ഛനാട്ടാ കൂടുതല് ഓളിക്ക് വീത്തിയത്. എനിക്ക് 4 പോയിന്റ്, അച്ഛന് 5 പോയിന്റ് കിട്ടിയിട്ട് കളി അവസാനിപ്പിച്ചു. അടുത്തത് ബാസ്കറ്റ് ബോൾ എഴുതാനാ പോയേ. അതിൽ ഞാനും അച്ഛനും കൂടി എഴുതിഞ്ഞു. എനിക്ക് അതിലുള്ളിലുള്ള വലയ്ക്ക് വീഴ്ത്താൻ പറ്റില്ല. അച്ഛനാണ് വലയുടെ ഉള്ളിക്ക് വീഴ്ത്തിയത്. അടുത്തത് ആ പാവനെ എടുക്കാനാ കളിയായിരുന്നു കേട്ടോ. ആ പാവനെ എടുത്തതിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല. അടുത്തത് മിഠായി വകലായിരുന്നു കേട്ടോ. അതിൽ എനിക്ക് 2 മിഠായി കിട്ടി. അടുത്തത് ബോൾ അടിക്കണ കളിയാ. അതില് ബൗണ്ട് പോലത്തെ ഇത് വയ്യും. അപ്പൊ ഞാൻ അതില് 10 പ്രാവശ്യം അടിക്കണം. എനിക്ക് 8 പ്രാവശ്യം അടിക്കാൻ പറ്റില്ലോ. അത് ഞാൻ അടിപൊളിയായിട്ട് ഒച്ചയ്ക്ക് കളിച്ചു. അടുത്തത് ഒരു ആപ്പിളിന്റെ കളിയാണ്. അതിൽ ആ ആപ്പിളല്ലേ ആ മൃഗങ്ങൾ വരും. ആ മൃഗങ്ങളുടെ അപ്പത്തേക്കില്ലേ ചാടി ചാടി കിടക്കണം. അതില് വണ്ടിയിലും മൃഗങ്ങളിലും ഒന്നും വെച്ചാതെ ചാടി ചാടി കിടക്കണം. ഇത് ഈ ചുച്ചിക പിടിച്ചിട്ടില്ലേ ആ വട്ടത്തിലുള്ള സാധനം അടിക്കണം. അപ്പൊ ആ ഇതില്ലേ ആ വീട് തകരും. അച്ഛനാണ് ആ ചുച്ചിക പിടിക്കാൻ സഹായിച്ചേ. അത് നല്ല വീഴ്ചയായിരുന്നു. എനിക്ക് ഒച്ചയ്ക്കൊന്നും പിടിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ട്രെയിനിൽ കയറാനാ ഞാന് പോയെ. ഞാൻ ട്രെയിനിന്റെ ബാക്കിലാ കയറിയേ. എന്നിട്ടില്ലേ ആ ട്രെയിൻ അവിടെയൊക്കെ ചുറ്റിയിട്ട് വന്നു. ഭയങ്കര ഇഷ്ടായി എനിക്ക്. ഇവിടുന്ന് ചുറ്റി വരുമ്പോ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ എനിക്ക് ഷെയ്ക്കൻഡ് തന്നു. അവിടുന്ന് നേരെ പോയത് ലണ്ടൻ ബസ്സൊക്കെയാ. അതെന്റെ അതുകൊണ്ട് നാട്ടിലുള്ള ബസ്സാ. ഞാൻ അമ്മയും കൂടിയിട്ട് മേലെ ഇന്നു. ഞാൻ താഴ്ത്തിരിക്കാന്ന് പറഞ്ഞതാ. അപ്പൊ മുകളില് ഇന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചാടിത്തുള്ളി പോകുമ്പോഴാണ് ഈ ചേട്ടനും ചേച്ചീനെയും ഞാൻ കണ്ടത്.
ഞാൻ അവനെ കണ്ടപ്പോ ഞാൻ അവയുടെ കൂടെ ഒക്കെ നിന്നിട്ട് ഈ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പുസ്തകങ്ങള് നോക്കാൻ വേണ്ടി പോയത്. ഈ സ്ഥലമാണ് അമ്മയ്ക്ക് കുറെ ഇഷ്ടമുള്ളത്. ഇല്ല, അമ്മയുടെ കയ്യിൽ കുറെ പുസ്തകങ്ങള് ഉള്ളതില് ഇതിലുണ്ട്. അതൊക്കെ ഞാനും അമ്മയും കൂടി ഇത് നോക്കി. അവിടുന്ന് നേരെ മിഠായി കടയ്ക്ക് പോയി. എനിക്ക് അവിടുന്ന് ഇഷ്ടമുള്ള മിഠായി ഒക്കെ മേടിച്ചു. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ബോട്ട് കാണുന്നത്. ഞാൻ ചാടി കയറി ഇരുന്നു. അടുത്ത ചേട്ടനാട്ടോ അതിന്റെ അകത്തേക്ക് കയറ്റി ഇരുത്തിയെ. പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ടും ബാഗിലോട്ടും ഒക്കെ പോയി. പിന്നെ അവിടെ 3 കുട്ടികളുണ്ടായിരുന്നു. അവയുടെ ഒപ്പം കളിച്ചു. നല്ല രസമായിരുന്നു ഈ വെള്ളത്തിൽ കിടന്ന് ഓടിക്ക. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച് മുട്ട കഴിക്കണേ. ഈസ്റ്റന് ഉണ്ടാക്കിയതായിരുന്നുട്ടാ. അവിടെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ മാമ അവിടെ ഇരിക്കുന്നു. ഞാനും അച്ഛനും കൂടിയിട്ടില്ലേ മാമനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ മാമന്റെ വടിയിലൊക്കെ കയറിയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഓടിപ്പോയെന്ന്. അപ്പൊ കഞ്ചാ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാച്ചാ ബൈ ബൈ, സീ യു, ലവ് യു.